بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. ما بعد. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തത് എന്താണ്? ലുബ്സുൽ ഹൽഖ വൽ ഖൈത്, ചരട്, മോതിരം, ഇതുപോലെയുള്ളത് ധരിക്കുക. എന്തുദ്ദേശത്തോടു കൂടി? പരീക്ഷണം ഉയർത്തപ്പെടുക അല്ലെങ്കിൽ പരീക്ഷണത്തെ തടുക്കുന്നതിന് വേണ്ടിയോ? ഇതുപോലെയുള്ള കാര്യങ്ങൾ ധരിക്കുന്നത് എന്താണ്? ശിർക്കാണ്. ഖൗലുഹു തആല വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ അധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല, അല്ലാഹുവിൽ ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? ഉബൈദ്, ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. സിറാജ്, ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാ, അവരിൽ അധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല. എങ്ങനെയല്ലാതെ? അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചേ. മലയാള അർത്ഥം എനിക്കറിയാം, ചോദിച്ചവര് മാത്രം പറഞ്ഞാൽ മതി. റുബൂബിയത്തിൽ അവർ വിശ്വസിക്കുന്നു, ഉലൂഹിയത്തിൽ അവർ ശിർക്ക് ചെയ്യുന്നു. കൊടുക്കുന്ന ദർശനം മുറാജ ചെയ്യാതെ വരരുത്, പ്രത്യേകിച്ച് ഇവിടെ താമസിക്കുന്ന തുല്ലാവുകൾ. യാതൊരു ഉദുറും ഇല്ല അവർക്കത് പറയാം. അതുപോലെ കിതാബോ ദഫ്തറും പേന ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഐബാണ്, നാണക്കേടാണത് താലിബുൽ ഇൽമ എന്ന് പറയാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല റഹിമഹുല്ലാഹ് ബാബു മാ ജാഅ ഫിർ റുഖാ വത്തമായിം. ബാബു മാ ജാഅ ഫിർ റുഖാ വത്തമായിം. അർ-റുഖാ ജംഉ റുഖിയ. റുഖിയ എന്നതിന്റെ ജംആണ് അർ-റുഖാ. വത്തമായിം ജംഉ തമീമ. തമീമ എന്നതിന്റെ ജംആണ് അത്തമായിം. ഇപ്പൊ കഴിഞ്ഞ ബാബില് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്: മിനശ്ശിർക്കി ലുബ്സുൽ ഹൽഖ വൽ ഖൈത്. ശിർക്കിൽപ്പെട്ടതാണ് ഖൈത്ത്, ചരടും അതുപോലെ മോതിരവും ധരിക്കുന്നത്, ഈ പറയപ്പെട്ട ഉദ്ദേശത്തോടു കൂടി. ഈ ബാബിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മാ ജാഅ ഫിർ റുഖാ വത്തമായിം. റുഖിയയും അതുപോലെ തമീമയും ഏലസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ബാബ്. അവിടെ ശിർക്ക് എന്നുള്ള പരാമർശം അദ്ദേഹം നടത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് അവിടെ ശിർക്ക് എന്ന് പറയാതിരുന്നത്? ഖാല, അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്, ഈ ഹൽഖ അതുപോലെ ഖൈത്ത്, ചരട് കെട്ടലും മോതിരം ധരിക്കലും, അതുമായി ബന്ധപ്പെട്ട അതിന്റെ വിധി അത് ശിർക്കാണ്. പക്ഷേ ഈ പറയപ്പെട്ട കാര്യങ്ങളാണ് റുഖിയ അതുപോലെ തമീമ, ആ കാര്യത്തിൽ അത് ശിർക്കാകുന്നതുണ്ട്, ശിർക്കല്ലാതാകുന്നതുണ്ട്. അതുകൊണ്ടാണ് അവിടെ ശിർക്ക് എന്നുള്ള പരാമർശം ഒഴിവാക്കിയിട്ടുള്ളത്. ഇപ്പോൾ തമീമയുടെ കാര്യത്തിൽ, ഏലസിന്റെ കാര്യത്തിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. റുഖിയ അതിന് ശിർക്കാകുന്നതും ശിർക്കല്ലാത്തതുമുണ്ട്. ഖാല റഹിമഹുല്ലാഹ് ഫി സ്വഹീഹി. അവിടെ സ്വഹീഹ് എന്നുകൊണ്ട് ഉദ്ദേശം സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമുമാണ്, രണ്ടും. ഖാല ഫി സ്വഹീഹി അൻ അബി ബശീർ അൽ അൻസാരി റളിയല്ലാഹു അൻഹു أنه كان مع رسول الله صلى الله عليه وسلم في بعض أسفاره فأرسل رسولا ألا يبقين في رقبة بعير قلادة من وتر أو قلادة إلا قطعت. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുമായി വന്നിട്ടുള്ള അബൂ ബശീർ അൽ അൻസാരി റളിയല്ലാഹുവിന്റെ ഹദീസാണ്. അന്നഹു
കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബഅദി അസ്ഫാരിഹി. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചില യാത്രകളിലായിരുന്ന സമയത്ത്, അത് സ്വഹാബികളുടെ അദബിൽപ്പെട്ടതാണ്. അതായത് കാന മഅ റസൂലില്ലാ, കുന്ന മഅ റസൂലില്ലാ, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ആയിരുന്നപ്പോൾ, അയ്യോ ജലസ്ന മഅ റസൂലില്ലാ, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഇരുന്ന സന്ദർഭത്തിൽ അങ്ങനെ സംസാരിക്കുക. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ എന്ന രീതിയിൽ സംസാരിക്കാതെ ഈ രീതിയിൽ സംസാരിക്കുക എന്നുള്ളത് അദബിൽപ്പെട്ടതാണ്. കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബഅദി അസ്ഫാരി. അദ്ദേഹം ചില യാത്രകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ആയിരുന്ന സമയത്ത് ഫഅർസല റസൂലൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദൂതനെ അയച്ചു. അല്ലാ യബ്ഖയന്ന ഫീ റഖബതി ബഈരിൻ ഖിലാദത്തുൻ മിൻ വതർ. ആ യാത്രാ സംഘത്തിലെ ഒരു ഒട്ടകത്തിന്റെ കഴുത്തിലും വത്തറു കൊണ്ടുള്ള, അതായത് ചരട് കൊണ്ടുള്ള കണ്ടാഭരണം ഉണ്ടായിരിക്കാൻ പാടില്ല. ചരട് കൊണ്ടുള്ള കഴുത്തിൽ കെട്ടുന്ന, ഒട്ടകത്തിന്റെ മറ്റും കഴുത്തിൽ കെട്ടുന്ന കഴുത്തിന്റെ കഴുത്തുപട്ട എന്ന് പറയുന്ന കണ്ടാഭരണം പോലെയുള്ള ഒന്നും തന്നെ ഒരു ഒട്ടകത്തിന്റെ കഴുത്തിൽ ഉണ്ടായിരിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഔ ഖിലാദത്തുൻ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കണ്ടാഭരണമാകട്ടെ, ചരട് കൊണ്ടുള്ളതോ ചരട് കൊണ്ടല്ലാത്തതോ ഏത് തരത്തിലുള്ള കണ്ടാഭരണമാണെങ്കിലും ഇല്ലാ ഖുതിഅത്ത്, അത് മുറിക്കപ്പെടേണ്ടതാണ്, മുറിച്ചു മാറ്റേണ്ടതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. സവാൻ കാനത് മിൻ വതർ ഔ ഖിലാദ മിൻ ഐ ഷൈഇൻ ഇല്ലാ ഖുതിഅത്ത്. ചില ആളുകൾ ഈ മൃഗങ്ങളുടെ കഴുത്തിൽ, ഒട്ടകത്തിന്റെ കഴുത്തിൽ അല്ലെങ്കിൽ പശു അതുപോലെയുള്ള മൃഗങ്ങളുടെ കഴുത്തിൽ കണ്ണീറിനെ തടയുന്നതിന് വേണ്ടി, കണ്ണീർ തട്ടാതിരിക്കാൻ വേണ്ടി ചെരുപ്പുകൾ തൂക്കിയിടും, അല്ലെങ്കിൽ ഷൂ പോലെയുള്ളത് തൂക്കിയിടും. ആടിന്റെ കഴുത്തിലോ അല്ലെങ്കിൽ പശുവിന്റെ കഴുത്തിലോ ഒട്ടകത്തിന്റെ കഴുത്തിലോ. അല്ലെങ്കിൽ ചില ആളുകൾ കൊമ്പുകൾ തൂക്കിയിടും, അല്ലെങ്കിൽ കൊമ്പുകൾ മാനിന്റെ കൊമ്പോ അല്ലെങ്കിൽ ചിലപ്പോൾ ആടിന്റെ കൊമ്പ് പോലും വീടിന് കണ്ണീർ തട്ടാതിരിക്കാൻ വേണ്ടി വീടിന്റെ ഏറ്റവും മുകളിലായിക്കൊണ്ട് സ്ഥാപിക്കും. മാനിന്റെ കൊമ്പോ അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളുടെ കൊമ്പോ. എന്തിനു വേണ്ടിയിട്ടാണ്? കണ്ണീറിനെ തടയുന്നതിന് വേണ്ടി. വഹാദ ശിർക്കുൻ ബില്ലാഹി അസ്സ വജൽ ലാ യജൂസ്. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന ശിർക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം സ്വഹാബികളുമായിക്കൊണ്ട് യുദ്ധത്തിനു വേണ്ടിയും മറ്റുമൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്രകാരം കൽപ്പിച്ചു. ആ യാത്രാ സംഘത്തിൽ ഒരു ഒട്ടകത്തിന്റെ കഴുത്തിലും ചരട് കൊണ്ടുള്ള ഒരു ആഭരണവും ഉണ്ടായിരിക്കാൻ പാടില്ല, ഒരു പട്ടയും ഉണ്ടായിരിക്കാൻ പാടില്ല. അത് ചരട് കൊണ്ടുള്ളതാകട്ടെ അല്ലാത്തതാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സൈന്യത്തെ ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന്, ഇത്തരത്തിലുള്ള ശിർക്കിൽ നിന്ന് ശുദ്ധീകരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നിട്ട് വന്നു. കാരണം അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മഅസിയത്ത് കൊണ്ട് ഒരിക്കലും വിജയം ഉണ്ടായിരിക്കുന്നതല്ല. ഇപ്പൊ ജനങ്ങൾക്കിടയിൽ മഅസിയത്ത് വ്യാപകമായി കൊണ്ടിരിക്കുകയും അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം തേടുകയും ചെയ്താൽ അല്ലാഹുവിന്റെ സഹായം വന്നെത്തുന്നതല്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിനു വേണ്ടി പുറപ്പെട്ട സമയത്തെല്ലാം തന്റെ സൈന്യത്തിലുള്ള എല്ലാവരും ഇത്തരത്തിലുള്ള ശിർക്കിൽ നിന്നും മറ്റ് മഅസിയത്തുകളിൽ നിന്നും മുക്തരാകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ഇത് കൽപ്പിച്ചിട്ടുള്ളത്. ഫമാ ബാലുക ബില്ലദീന യുശ്രികൂന ബില്ലാഹി ബിൽഉലൂഹിയ്യതിഹി വറുബൂബിയ്യതിഹി വയുരീദൂന അൻ യൻതസിറൂ അലാ അഅദാഇല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ റുബൂബിയ്യത്തിലും ഉലൂഹിയ്യത്തിലും ഒക്കെ അല്ലാഹുവിനോട് ശിർക്ക് ചെയ്യുന്ന ഒരു ഖൗം, ആ ഖൗം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം തേടുകയാണ്. അള്ളാഹുവിന്റെ ശത്രുക്കൾക്കെതിരിൽ, ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരിൽ അള്ളാഹുവിനോട് സഹായം തേടുകയാണ് ആ ഖൗം. അപ്പൊ എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൗമിനെ സഹായിക്കുക? ഒരിക്കലും അള്ളാഹുവിന്റെ സഹായം ആ ഒരു വിഭാഗം ആളുകളിലേക്ക് വന്നെത്തുന്നതല്ല. ഖാല റഹിമഹുല്ലാഹ്
وعن ابن مسعود رضي الله عنه ابن مسعود وهو عبد الله بن مسعود ابن غافل كنيته أبو عبد الرحمن قال سمعت رسول الله صلى الله عليه وسلم يقول കഴിഞ്ഞ ഹദീസ് നമ്മൾ പറഞ്ഞത് ബഈർ ലാ യബ്ഖയന്ന ഫീ റഖബതി ബഈരിൻ ഖിലാദത്തുൻ മിൻ വതർ. വതർ എന്ന് പറഞ്ഞ ചരടാണ്. അതായത് ഈ വില്ല് കൊലയ്ക്കുന്ന സമയത്ത് അമ്പ് എയ്യുന്ന സമയത്ത് ആ വില്ലിന്റെ കൂടെ ഉണ്ടാകുന്ന ചരട്, ആ ചരടിനാണ് വത്തർ എന്ന് പറയാം. അപ്പൊ അറബികള് ഈ വത്തർ, ഈ ചരട് പിന്നെ യുദ്ധത്തിന് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ലൂസായി ഉപയോഗശൂന്യമായിട്ടുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ഈ പറയപ്പെടുന്ന മൃഗങ്ങളുടെ കഴുത്തിൽ കൊണ്ടുപോയി കെട്ടും. ഒട്ടകത്തിന് മറ്റും കഴുത്തിൽ കെട്ടുമായിരുന്നു. അതാണ് വത്തർ എന്നുകൊണ്ട് ഉദ്ദേശം. ഈ വില്ലിന്റെ ചരടാണ് വത്തർ. قال وعن ابن مسعود رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم. അതായത് ആ ചരട് കണ്ണേറിൽ നിന്നും ഒക്കെ തടയും, ആ മൃഗത്തെ കണ്ണേർ തട്ടാതെ കാത്തു സൂക്ഷിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. അപ്പൊ ഏത് മൃഗത്തിന്റെ കഴുത്തിലാണോ ആ ചരട് കൊണ്ടുപോയി കെട്ടുന്നത് ആ മൃഗത്തിന് കണ്ണേർ ബാധിക്കുകയില്ല. അപ്പൊ ആ വിശ്വാസം എന്താണ്? ഫാസിദാണ്. അത് ഇഅ്തിഖാദുൻ ഫാസിദ്. وعن ابن مسعود رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إن الرقى والتمائم والتول شرك إن الرقى والتمائم والتولة شرك رواه أحمد وأبو داود. റുഖിയ മന്ത്രം, അതുപോലെ തമായിം ഏലസുകൾ, അതുപോലെ തിവല എന്താന്നുള്ളത് പറയാം. ഇത് മൂന്നും ശിർക്കാണ്. റവാഹു അഹ്മദ് വ അബൂ ദാവൂദ്. ഇന്ന റുഖ വത്തമായിം വത്തിവല ശിർക്കുൻ. قال التمائم شيء يعلق على الأولاد عن العين. തമായിം എന്നുള്ളത് തമീമ എന്നതിന്റെ ജംആണ്, ഏലസുകൾ. ഏലസ് എന്ന് പറയുന്നത് കുട്ടികളുടെ ശരീരത്തിൽ കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി കെട്ടുന്നതാണ്. യുഅല്ലഖു അലൽ ഔലാദ് അനിൽ ഐൻ. ഇപ്പൊ കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി കുട്ടികളുടെ കഴുത്തിലോ അല്ലെങ്കിൽ പിന്നെ കയ്യിലോ കെട്ടുന്ന ഏലസ്, അതിനാണ്, അല്ലെങ്കിൽ പിന്നെ അരയിൽ കെട്ടും, അല്ലെങ്കിൽ കഴുത്തിൽ, അതിനാണെന്ന് പറയാ അത്തമീമ. അതിന്റെ ജമ്മാണ് തമായിം. ലാകിൻ ഇദാ കാന അൽ മുഅല്ലഖു മിനൽ ഖുർആൻ. അപ്പൊ അങ്ങനെ ഈ കുട്ടികളുടെ കഴുത്തിൽ കെട്ടുന്നതിൽ തൂക്കിയിടുന്ന സംഗതി ഖുർആനിൽപ്പെട്ട എന്തെങ്കിലും ആയത്തുകളോ മറ്റോ ആയത്തുകളാണെങ്കിൽ ഫറഖസ ഫീഹി ബഅദു സലഫ്. സലഫുകളിൽപ്പെട്ട ചിലർ അതിന് ചില ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. വബഅദുഹും ലം യുറഖിസ് ഫീഹി. എന്നാൽ ചില സലഫുകൾ അതിൽ യാതൊരു ഇളവും കൊടുത്തിട്ടില്ല. അതായത് ഖുർആന്റെ ആയത്തുകളാണ് തൂക്കിയിടുന്നതെങ്കിൽ അത് ശിർക്കിൽപ്പെട്ടതല്ല എന്ന് ചില സലഫുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇളവ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഖുർആനിന്റെ ആയത്തുകളാകട്ടെ അതല്ലാത്തതാകട്ടെ തമീമയാണോ ഏലസാണോ എല്ലാം ശിർക്കാണ്. അതാണ് ചില സലഫുകളുടെ അഭിപ്രായം. വയജഅലുഹു മിനൽ മൻഹി അൻഹു. നിരോധിക്കപ്പെട്ട തമീമയുടെ കൂട്ടത്തിൽ തന്നെയാണ് ആ മറ്റ് വിഭാഗം, അതായത് ഇതിന് ഇളവ് കൊടുക്കാത്ത സലഫുകൾ അതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മിൻഹും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ അഭിപ്രായം അത് തന്നെയാണ്. അപ്പൊ കുട്ടികളുടെ കഴുത്തിൽ അവർക്ക് കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി കെട്ടുന്ന അല്ലെങ്കിൽ കഴുത്തിൽ തൂക്കിയിടുന്ന അതിനാണ് തമീമ എന്ന് പറയാം. ആ തമീമയുടെ ഇനത്തിൽപ്പെട്ടതാണ് വേറൊന്നെന്താണ്, നമ്മുടെ ചെറിയ കുട്ടികളുടെ കവിളിൽ കുത്തുന്ന ബ്യൂട്ടി സ്പോട്ട് എന്ന കോമൺ പേര് പറയുന്ന സംഭവം, കറുത്ത കുത്ത്. അതും ഈ പറയുന്ന കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതെല്ലാം ശിർക്കിന്റെ ഇനത്തിൽപ്പെട്ടതാണ്.
طيب. قال فرخص فيه بعض السلف إذا كان المعلق من القرآن. അപ്പോൾ ഖുർആന്റെ ആയത്തുകളാണ് ഈ പറയുന്ന ഏലസിലുള്ളതെങ്കിൽ ചില സലഫുകൾ അതിന് ഇളവ് കൊടുത്തിട്ടുണ്ട്. وقال لم يثبت ذلك عن بعض السلف أنه رخص فيه. എന്നാൽ യഥാർത്ഥത്തിൽ സലഫുകൾ അതിൽ ഇളവ് കൊടുത്തു എന്നത് സ്ഥിരപ്പെട്ടതല്ല. സലഫുകൾ ആ കാര്യത്തിൽ ഇളവ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് സ്ഥിരപ്പെട്ടതല്ല. അതുപോലെ തന്നെ അബ്ദുല്ലാ ബിൻ അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ ചില സന്താനങ്ങൾക്ക് ഇതേപോലെ ഇത് ഏലസ് കെട്ടിക്കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നൊരു ഹദീസുണ്ട്. ആ ഹദീസ് ദഈഫാണ്. ചില ആളുകൾ അത് തെളിവായിക്കൊണ്ട് എടുത്തു വരും. ആ ഹദീസ് ദഈഫാണ്. ഇമാം ഷെയ്ഖുൽ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബിൽ ദഈഫുൽ ജാമിയിലാണ് തോന്നുന്നത് ദഈഫാക്കിയിട്ടുണ്ട്, ഹദീസ് ദഈഫാക്കിയിട്ടുണ്ട്. അപ്പൊ സലഫുകൾ ഈ കാര്യത്തിൽ ഇളവ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എന്തല്ല സ്ഥിരപ്പെട്ടതല്ല. ലം യസ്ബുത് അൻ ബഅദി സലഫ് അന്നഹു റഖസ ബിത്തമായിം അൽ മുഅല്ലഖ മിനൽ ഖുർആൻ. അപ്പൊ ഖുർആനിൽപ്പെട്ട ആയത്തുകളാണ് ഏലസായി കൊണ്ട് കെട്ടുന്നത് അല്ലെങ്കിൽ തൂക്കുന്നതെങ്കിൽ അതിൽ ഇളവുണ്ട് എന്നുള്ള ഈ ഖൗല് സലഫുകളിൽ നിന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. സലഫുകളുടെ കാര്യത്തിൽ അത് സ്ഥിരപ്പെട്ടതല്ല. എന്നാൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഉലമാക്കൾക്കിടയിൽ. അഭിപ്രായ വ്യത്യാസം ഉണ്ട് ആ കാര്യത്തിൽ. ഈ രണ്ട് വഹിയിൽപ്പെട്ട സംഗതി അല്ലെങ്കിൽ, അതായത് ഖുർആനോ ഹദീസോ അല്ലെങ്കിൽ അത് ഷിർക്കാണെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഖുർആന്റെ ആയത്തുകളോ ഹദീസോ ആണ് ഇതിൽ ഈ ഏലസിലുള്ളതെങ്കിൽ അത് ഷിർക്കാണോ അല്ലേ എന്ന കാര്യത്തിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ സലഫുകൾ ആരും തന്നെ അതിൽ ഇളവ് കൊടുത്തതായി സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പൊ ആ കാര്യത്തിൽ സലഫുകളിൽ നിന്ന് അത് വിരോധിച്ചിട്ടുള്ളത് മാത്രമാണ് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. بقي مسألة إذا كان المعلق من القرآن والذي يعلق لا يقصد به التبرك بهذا القرآن المعلق سواء علقه في رقبته أو علقه في زجاج سيارة أو علقه في جدار البيت وهذا تعلق ما حكمه. അതായത് ഒരു വ്യക്തി ഖുർആനിന്റെ ആയത്തുകൾ തബറുക്കിന്റെ ഉദ്ദേശമില്ലാതെ, ആ ആയത്തുകളെ കൊണ്ട് ബറക്കത്തെടുക്കണം എന്ന ഉദ്ദേശമില്ലാതെ ആ വ്യക്തി തന്റെ വീടിന്റെ ചുമരിലോ അല്ലെങ്കിൽ കാറിന്റെ വാഹനത്തിന്റെ ഗ്ലാസിലോ തൂക്കിയിടുകയോ ഒട്ടിക്കുകയോ ഒക്കെ ചെയ്യുന്നു. വീടിന്റെ മതിലില് ഖുർആന്റെ ആയത്തുകൾ ഒട്ടിക്കുക, അല്ലെങ്കിൽ ഖുർആന്റെ ആയത്തുകൾ എഴുതിയിട്ടുള്ള തുണിയിലും മറ്റും എഴുതിയിട്ടുള്ളത് അലങ്കാരമായി കൊണ്ടും മറ്റൊക്കെ വീട്ടിൽ തൂക്കുക, ചുമരിൽ തൂക്കുക. അവിടെ ഉദ്ദേശം എന്തില്ല? തബറുക്കല്ല ഉദ്ദേശം, നേരെ മറിച്ച് സീന, അലങ്കാരത്തിന് വേണ്ടി. എന്താണ് അതിന്റെ വിധി? ഉലമാക്കൾ അതിൽ നസ്സായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത് അത് ബിദ്അത്താണ്. طيب إن كان المعلق من القرآن وقصد به التبرك أو دفع العين أو دفع الجن وإن هذه الأوراق تدفع ذلك فهذا شرك. നേരെ മറിച്ച് ഇങ്ങനെ ഖുർആന്റെ ആയത്തുകൾ തൂക്കുന്നത് കൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തബറുക്കാണ്, ബറക്കത്തെടുക്കലാണ്. അത് അല്ലെങ്കിൽ അത് കണ്ണീറിനെ തടയും, അല്ലെങ്കിൽ ജിന്നുകളെ തടയും, ശൈത്താനിനെ തടയും. ഈ കടലാസിൽ എഴുതി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ തൂക്കിയിട്ടുള്ള അല്ലെങ്കിൽ വീടിന്റെയോ മറ്റു വാഹനത്തിന്റെയോ ഗ്ലാസിലോ മറ്റും ഒട്ടിച്ചിട്ടുള്ള ഈ ഖുർആനിന്റെ ആയത്ത് കണ്ണീറിനെ തടയും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഒരാൾ അതങ്ങനെ ചെയ്യുന്നതെങ്കിൽ അത് ശിർക്കാണ്, ആ വ്യക്തി മുശ്രിക്കാണ്. നേരെ മറിച്ച് ഈ ഖുർആനിന്റെ ആയത്ത് ബറക്കത്തിനുള്ള സബബാണ്, ബറക്കത്ത് ലഭിക്കാനുള്ള കാരണത്തിൽപ്പെട്ടതാണ്
എന്നാൽ ബറക്കത്ത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആണ് ഒരു വ്യക്തി അത് ചെയ്യുന്നതെങ്കിൽ ഫഹിയ ബിദ്അ, അത് ബിദ്അത്താണ്. അത് ബിദ്അത്താണ്. ലിഅന്നഹു മാ അജാസ സലഫ്, സലഫുകൾ അത് ചെയ്തിട്ടില്ല, സലഫുകൾ അത് അനുവദിച്ചിട്ടില്ല. വമാ റൂവിയ ഫീ ദാലിക ദഈഫ്, നേരത്തെ പറഞ്ഞ പോലെ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്താണ്? ദഈഫാണ്. സലഫുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് ദഈഫാണ്. ഇദാ കാന അൽ മുഅല്ലഖ മുസ്ഹഫ് ബിസയ്യാറ ഔ ഫിൽ ബൈത്ത് ഫഹാദിഹി ബിദ്അ. നേരത്തെ പറഞ്ഞു നമ്മൾ കാറിലും മറ്റും ആയത്തുകൾ തൂക്കിയിടുക, വീടിന്റെ ചുമരിൽ ആയത്തുകൾ തൂക്കിയിടുക, അത് ബിദ്അത്താണ്. കമാ ഖാല ശൈഖ് സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് നസ്സ അലാ അന്നഹാ ബിദ്അ, അത് ബിദ്അത്താണെന്ന കാര്യത്തിൽ അദ്ദേഹം നസ്സ് പറഞ്ഞിട്ടുണ്ട്. ലാ യംബഗി അൻ യുഅല്ലിഖ് അയ് ശൈഇൻ മിനൽ ഖുർആൻ ഔ ഫി സുന്നah ഫി സയ്യാറത്തിൻ ഔ ഫി ബൈത്തിൻ وذلك لأنه لم يثبت عن السلف فهذه عبادة. ഇത്തരത്തിലുള്ള പ്രവൃത്തി സലഫുകളിൽ നിന്നൊന്നും ചെയ്തിട്ടില്ല, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അവരാരെങ്കിലും അവരുടെ വാഹനത്തിലോ അല്ലെങ്കിൽ അവരുടെ യാത്രാമൃഗങ്ങളുടെ മുകളിലോ അവരുടെ വീടുകളിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ ആയത്തുകളോ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളോ അലങ്കരിക്കുന്നതിന് വേണ്ടിയോ, വീടിനെ അലങ്കരിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അതിന് തബറക്ക് എടുക്കുന്നതിന് വേണ്ടിയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അത് ഏറ്റവും കുറഞ്ഞത് എന്താണ്? അത് ബിദ്അത്താണ്. وفيه امتحان للقرآن بلا شك تضربه الشمس والريح كذلك الأولاد يلعبون به. അപ്പോൾ ഇത്തരത്തിലുള്ള ഏലസുകൾ കുട്ടികളിലാണ് കെട്ടിക്കൊടുക്കുന്നത്. ആ ഏലസുകൾക്കകത്ത് ഖുർആനിന്റെ ആയത്തുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കുട്ടികൾ എന്ത് ചെയ്യും? അതുമായി കൊണ്ട് നജാസ ഉള്ള സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കും, ഹമ്മാമിലേക്ക് പ്രവേശിക്കും, അതുപോലെ തന്നെ അത്തരം സ്ഥലങ്ങളിൽ കളിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിനെ അപമാനിക്കലാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകൾ അപമാനിക്കലാണ്. വഹദാ ലാ യംബഗി. അമ്മ ഇദാ ഫഅലഹാ സീനതൻ, ഇനി അലങ്കാരത്തിന് വേണ്ടിയാണ് അവൻ ചെയ്യുന്നതെങ്കിൽ ഫഖദ് അമില ബിമാ യുശീർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളെ, അല്ലാഹുവിന്റെ കിതാബിനെ അവൻ അപമാനിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളെ കൊണ്ട് തബറുക്ക് എടുക്കാൻ, പ്രകാരം തമീമ കെട്ടിക്കൊണ്ട് ഏലസ് കെട്ടിക്കൊണ്ട് അതിന് തബറുക്ക് എടുക്കാൻ അനുവാദമില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് അലങ്കാരത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകൾ ഉപയോഗിക്കുക? യഅമലു ലഹു സീന മിൻ അൻവാ അസ്സീന. ഒരു വീടിന് അലങ്കാരമാക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള എന്തെങ്കിലും അവസ്ഥകളും വേണമെങ്കിൽ അലങ്കരിക്കാം. അതേപോലെ തന്നെ ഒരു വാഹനത്തിന് അലങ്കാരമാക്കണമെന്നുണ്ടെങ്കിൽ അനുവദിക്കപ്പെട്ട മറ്റു കാര്യങ്ങളെ കൊണ്ട് അവന് അതിനലങ്കരിക്കാം. നേരെ മറിച്ച് അദ്കാറുകളെ കൊണ്ടോ ദിക്റുകൾ എഴുതി അല്ലെങ്കിൽ ഖുർആനിലെ ആയത്തുകൾ എഴുതി അത് ചുമരിലും വാഹനത്തിലും തൂക്കുക എന്നുള്ളത് ബിദഅത്താണെന്ന് ഉലമാക്കൾ ഫത്വ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഓർമ്മപ്പെടുത്തുക. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. അത്തരത്തിൽ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചുള്ള അവരെ ആ കാര്യം ഓർമ്മപ്പെടുത്തുക. സ്വന്തം നഫ്സിനെ നമ്മൾ ശരിയാക്കുക, അതുപോലെ തന്നെ ജനങ്ങൾക്ക് നസീഹത്ത് നൽകുക. നേരെ മറിച്ച് അത്തരത്തിൽ ചെയ്യുന്ന ആളുകളെ എല്ലാവരും മുശ്രിക്കീങ്ങളാണ്, അങ്ങനെ ചെയ്യുന്ന ആളുകൾ എല്ലാവരും മുശ്രിക്കീങ്ങളാണെന്നോ അല്ലെങ്കിൽ ബിദ്അത്തുകാരാണെന്നോ നമുക്ക് വിധി പറയാൻ സാധിക്കുന്നതല്ല, പാടില്ലാത്തതാണ്. നേരെ മറിച്ച് നദ്ഉ ലഹും ബിൽ ഹിദായ, അവർക്ക് ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യുക. കാരണം ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? ഖൈർ ഉദ്ദേശിച്ചുകൊണ്ട്, ഖൈർ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. അപ്പം അവരുടെ വീടുകളിലും മറ്റും ഖുർആനിലെ ആയത്തുകൾ, ആയത്തുൽ കുർസി, അതുപോലെ തന്നെ ഉള്ള ചില സൂറത്തിലെ ആയത്തുകളെല്ലാം അവർ ചുമരിൽ അവർ തൂക്കുന്നത് എന്തുദ്ദേശിച്ചുകൊണ്ടാണ്? ഖൈർ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അവർ അതുകൊണ്ട് ഇബാദത്താണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ വാഹനത്തിൽ ആയത്തുൽ കുർസി തൂക്കുന്നു, അല്ലെങ്കിൽ മറ്റ് ആയത്തുകൾ തൂക്കുന്നു, അല്ലെങ്കിൽ വീടിന്റെ ചുമരിൽ അദ്കാറുകൾ അവർ ഒട്ടിച്ചു വെക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അതുകൊണ്ട് ഇബാദത്ത് ചെയ്യാനാണ്. ആ ദിക്റുകൾ ഉരുവിട്ടുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതെല്ലാവരും
മുശ്രിക്കീങ്ങളാണ് ആ കാര്യത്തിൽ അല്ലെങ്കിൽ ബിദഅത്തുകാരാണെന്ന് നസ്സ് പറയാൻ സാധിക്കുന്നതല്ല, വിധി പറയാൻ സാധിക്കുന്ന. നേരെ മറിച്ച് ഖൈർ ഉദ്ദേശിച്ചുകൊണ്ടാണ്, ഖൈറിന് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് ആ നിലക്ക് നല്ല ഹിക്മത്തോടുകൂടി നല്ല ഉസ്ലൂബോടുകൂടി ആ കാര്യത്തിൽ അവർക്ക് ഫഹമുണ്ടാക്കി കൊടുക്കുക. നേരെ മറിച്ച് അത് ബിദഅത്താണെന്ന് ഒറ്റയടിക്ക് അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അവർ ബിദഅത്തുകാരനാക്കി കളയും. കുല്ലഹു മാ സബതാനി സ്വഹാബ വത്താബിഈൻ വഹും അഅദം തഅദീമൻ മിന്നാ ലിൽ ഖുർആൻ. അവരോട് പറയണം, അതായത് സ്വഹാബികളോ താബിഈങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ശേഷം വന്നിട്ട് താബിഈങ്ങളോ അവരെല്ലാവരും നമ്മെക്കാളും ഖുർആനിനെ തഅദീം ചെയ്തവരാണ്, ഖുർആനിനെ മഹത്വപ്പെടുത്തിയവരാണ്. അവരൊന്നും ഇപ്രകാരം ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഖുർആൻ അവർ ബഹുമാനിച്ചു, സുന്നത്തിനെ അവർ ബഹുമാനിച്ചു. നമ്മളെക്കാളും ആ കാര്യത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളാണ് സ്വഹാബികൾ. അവരൊരിക്കലും അവരുടെ വീടുകളിലോ അല്ലെങ്കിൽ അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലോ ഇതേപോലെ ഖുർആന്റെ ആയത്തുകളും മറ്റും തൂക്കിയിട്ടില്ല. അവരുടെ കപ്പലുകളിലോ അല്ലെങ്കിൽ വാഹനങ്ങളിലോ ഒന്നും തന്നെ അങ്ങനെ ചെയ്തിട്ടില്ല. മാഷാ അല്ലാ അല്ലെങ്കിൽ തബാറക്കല്ലാ അല്ലെങ്കിൽ ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇങ്ങനെ വാഹനങ്ങളിലും മറ്റും ഒട്ടിച്ചു വെക്കുക, അങ്ങനെയൊന്നും സലഫുകൾ ചെയ്തിട്ടില്ല. അവർ നമ്മെക്കാളും അള്ളാഹുവിന്റെ ഖുർആനിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ മഹത്വപ്പെടുത്തിയവരാണ്. അപ്പം അതുകൊണ്ട് അവരെ ഇത്തിബാ ചെയ്യലാണ് നമ്മുടെ മേലെ നിർബന്ധമായ അനിവാര്യമായിട്ടുള്ളത്. അവർ ഇത്തിബാ ചെയ്യലാണ്. ഫകുല്ലു ഖൈറിൻ ഫീ ഇത്തിബാഇ മൻ സലഫ് വകുല്ലു ശർരിൻ ഫീ ഇബ്തിദാഇ മൻ ഖലഫ്. എല്ലാ ഖൈറുകളും സലഫുകൾ ഇത്തിബാ ചെയ്യുന്നതിലാണ്. തയ്യിബ്. ഖാല റഹിമഹുല്ലാ വറുഖ. റുഖ എന്ന് പറഞ്ഞാൽ റുഖിയ എന്നതിന്റെ ജംആണ്. വറുഖ ഹിയ അല്ലതി തുസമ്മ അൽ അസായിം وخص منها الدليل ما خلا من الشرك فقد رخص فيه رسول الله صلى الله عليه وسلم من العين والحمى. റുഖ എന്നത് മന്ത്രമാണ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യക്തമായ ദലീൽ വന്നിട്ടുണ്ട്. അതായത് ശിർക്കല്ലാത്ത മന്ത്രങ്ങൾ അനുവദിക്കപ്പെട്ടതാണ്. കണ്ണേറിനെ തടയാനും അതുപോലെ തന്നെ അപസ്മാരം, അതിൽ നിന്നെല്ലാം റുഖിയ സ്ഥിരപ്പെട്ടതാണ്. الرقى إذا كانت من الكتاب والسنة من الرقى الصحيحة فهذا سنة وهدي نبوي. ഈ മന്ത്രം അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമുള്ളതാണെങ്കിൽ അത് സ്വഹീഹായിട്ടുള്ള മന്ത്രമാണ് എന്ന് മാത്രമല്ല അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ്, സുന്നത്തിൽപ്പെട്ടതാണ്. ശിഫാഉൻ ശർഈ വദവാഉൻ ശർഈ, ശർഈ ആയിട്ടുള്ള ചികിത്സയാണത്, ശർഈ ആയിട്ടുള്ള രോഗശമനത്തിനുള്ള മാർഗത്തിൽപ്പെട്ടതാണ് അർ-റുഖിയ അശർഈയ അസ്സഹീഹ, സ്വഹീഹായിട്ടുള്ള മന്ത്രം. طيب. قال رحمه الله والتولة. التولة هي شيء يصنعونه يزعمون أنه يحبب المرأة إلى زوجها والرجل إلى امرأته. തിവല എന്ന് പറഞ്ഞാൽ അതും ഒരു തരത്തിലുള്ള മന്ത്രം. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്? യസഅമൂന അന്നഹു യുഹബ്ബിബുൽ മർഅ ഇലാ സൗജിഹ, ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമുണ്ടാക്കാൻ, ഭർത്താവിന് ഭാര്യയോട് സ്നേഹമുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ചില പ്രത്യേക മന്ത്രങ്ങളാണ് അത്തിവല. അത്തിവല മിന തവല്ലി, അത്തവല്ലി എന്നതിൽ നിന്നാണ് തിവല. وإن تكن من طلاسم ما يخطه الساحر من خطوط بها ألغاز غامضة ومبهمة وألفاظ لا يفهمها العرب طلاسم السحرة فهذا شرك من غير شك. ഇത്തരത്തിൽ ഈ സാഹിറന്മാരുടെ അടുത്തവർ പോയിക്കൊണ്ട് ചില തൊലാസിമുകൾ അവർ എഴുതും. തൊലാസിം എന്ന് പറഞ്ഞാൽ സാഹിറന്മാർ എഴുതുന്ന പ്രത്യേക അക്ഷരങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള എഴുത്താണ്. എന്നുവെച്ചാൽ ഒരാൾക്ക് മനസ്സിലാകുന്നതല്ല, അറബിയല്ല, അറബികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ചില പദങ്ങളൊക്കെ, അതുപോലെ ചില രൂപങ്ങൾ, ചില ഷേപ്പുകൾ, അതേപോലെയുള്ള സംഗതിയാണ് തൊലാസിം, സാഹിറന്മാർ എഴുതുന്നത്. അപ്പം അത്തരത്തിലുള്ള തൊലാസിമുകൾ ഉണ്ടാക്കി അത് ഒന്നുകിൽ ഭാര്യയുടെ
പിന്നെ മോതിരമായിക്കൊണ്ട് ഭാര്യയുടെ വിരലിൽ അണിയുക, അല്ലെങ്കിൽ പിന്നെ മറ്റോ എന്താണ് അവരുടെ ശരീരത്തിലെ മറ്റോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ അങ്ങനെ ചെയ്യുന്നത് ശിർക്കാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. طيب والتبلة إذا كانت المرأة ما عندها حب زائد لزوجها يذهبون ويعملون لها تبلة وهذا شرك لأنه في اعتماد على الجن. അപ്പോൾ ജിന്നുകളെ അവലംബിച്ചുകൊണ്ടാണ് ഈ രീതി ചെയ്യുന്നത്. അതായത് ഭർത്താവിനോട് ഇഷ്ടം കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയോട് കൂടുതൽ സ്നേഹമുണ്ടാക്കാൻ വേണ്ടി സാഹിറന്മാരെ സമീപിച്ചുകൊണ്ട് ചെയ്യുന്നത്. واعتقاد أن هؤلاء السحرة يستطيعون أن يحببوا أحدا إلى أحد أو ينفعون أو يضرون وهذا شرك بالله عز وجل. അപ്പോൾ അവർ വിശ്വസിക്കുന്നത് ഈ സാഹിറന്മാർക്ക് ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയോട് ഇഷ്ടമുണ്ടാക്കാൻ സാധിക്കും, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിക്ക് ഉപകാരം ചെയ്യാൻ ഉപദ്രവം ചെയ്യാൻ ഈ സാഹിറന്മാർക്ക് സാധിക്കുമെന്ന് അവൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ മുശ്രിക്കാണ്. قال رحمه الله عن عبد الله بن عكيم مرفوعا من تعلق شيئا وكل إليه رواه أحمد والترمذي. من تعلق شيئا وكل إليه, ആരാണ് ഒരു കാര്യത്തിനോട് തഅല്ലുഖ് കാണിച്ചത് അവൻ അതിന്റെ മേലെ ബരമേൽപ്പിച്ചു, അവൻ ബരമേൽപ്പിച്ചു എന്നർത്ഥം. അപ്പൊ ആര് ഈ തമീമയുമായി കൊണ്ട് ബന്ധപ്പെട്ടുവോ എങ്കിൽ അവൻ ആ തമീമയിൽ ബരമേൽപ്പിച്ചു. അതേപോലെ തന്നെ ആരാണോ തിവലയുമായി ബന്ധപ്പെട്ടത് അവൻ അതിൽ ബരമേൽപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലാണ് ബരമേൽപ്പിക്കേണ്ടത്. അല്ലാഹു അല്ലാത്തവരിൽ തവക്കുൽ ചെയ്യുക അല്ലെങ്കിൽ അതിൽ ബരമേൽപ്പിക്കുക എന്നുള്ളത് എന്താണ്? ശിർക്കാണ്. മൻ തഅല്ലഖ ശൈഅൻ വുക്കില ഇലൈഹി. وروى أحمد عن رويفع قال قال لي رسول الله صلى الله عليه وسلم يا رفيع يا رويفع لعل الحياة تطول بك فأخبر الناس أن من أخذ لحيته أو تقلد وترا أو استنجى برجيع دابة أو عظم فإن محمدا بريء منه. رويفع ابن ثابت ابن عدي بن حارث الأنصاري رضي الله عنه, സഹാബി. അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റുവൈഫിഅ ലഅല്ലൽ ഹയാത തതൂലു ബിക്, നിനക്ക് നീണ്ട ഒരു ജീവിതമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഞാൻ മരിച്ചതിന് ശേഷമാണ് നീ മരിക്കുക, അപ്പൊ നിനക്ക് കുറച്ചുകൂടി ആയുസ്സുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫഅഖ്ബിരിൻ നാസ് അന്ന മൻ അഖദ ലിഹിയതഹു, അതുകൊണ്ട് നീ ജനങ്ങളെ അറിയിക്കുക, അന്ന മൻ അഖദ ലിഹിയതഹു, ആരാണോ തന്റെ താടി കെട്ടിയത്, ഔ തഖല്ലദ വതറൻ, അല്ലെങ്കിൽ ചരട് കൊണ്ട് കഴുത്തിൽ അല്ലെങ്കിൽ പിന്നെ ആഭരണം ഉണ്ടാക്കിക്കൊണ്ട് അണിഞ്ഞത്, അവിസ്തൻജാ ബിറജിഇ ദാബത്തിൻ ഔ അദ്മിൻ, മൃഗങ്ങളുടെ പിന്നെ കാഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ എല്ലുകൊണ്ടോ പിന്നെ മലമൂത്ര വിസർജനത്തിന് ശേഷം ഗുഹ്യഭാഗങ്ങൾ വൃത്തിയാക്കിയത് നീ അവരെ അറിയിക്കുക. ഫൈന മുഹമ്മദൻ ബരീഉം മിൻഹു, തീർച്ചയായും മുഹമ്മദ് അവരിൽ നിന്ന് ബരിയാണ്, അവരിൽ നിന്ന് ഒഴിവായവനാണ് നീ അറിയിക്കുക. ഫഅഖ്ബിരിൻ നാസ അന്ന മൻ അഖദ ലിഹിയതഹു, തന്റെ താടി കെട്ടിയവൻ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഉലമാക്കള് പല തഫ്സീറുകൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് തന്റെ താടി കെട്ടിയവൻ എന്നുകൊണ്ട് ഉദ്ദേശം? ഇഖ്തലഫൽ ഉലമാ ഫി തഫ്സീരി, അതിന്റെ തഫ്സീറിന്റെ കാര്യത്തിൽ ഉലമാക്കള് അഭിപ്രായ വ്യത്യാസത്തിലാണ്. മിൻഹും മൻ ഖാല അഖദുൽ ലിഹിയ ആദത് ഇൻദൽ ഫുർസ്, ഫാരിസീങ്ങളുടെ അല്ല, അതായത് ഈ യുദ്ധത്തിന് സമയത്ത് കുതിരയുടെ പുറത്ത് യുദ്ധം ചെയ്യുന്ന കുതിരപ്പടയാളികളുടെ ശൈലിയിൽപ്പെട്ടതാണ് താടി കെട്ടിയിടുക എന്നുള്ളത്. തകബ്ബുറനായിക്കൊണ്ട്, അതായത് അഹങ്കരിച്ചുകൊണ്ട് അവരുടെ താടി യുദ്ധത്തിന് സമയത്ത് അവർ കെട്ടിയിടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് വിരോധിച്ചു. അത് കാഫിരീങ്ങളെ തശബ്ബുഹ് ചെയ്യുന്നതിൽ പെട്ടതാണ്. റസൂൽ നമുക്ക് വിരോധിച്ചതാണ്. അതാണ് ഇവിടെ ഉദ്ദേശമെന്ന് ചില മുഫസ്സിരീങ്ങൾ പറയുന്നു. വൽ ഖൗലു സാനി, രണ്ടാമത്തെ ഒരു അഭിപ്രായം, അന്നൽ മുറാദ് ബിഹി അഖ്ദുൽ ലിഹ്യ ഫിസ്സലാ, നമസ്കാരത്തിൽ താടി കെട്ടുന്നതാണ് ഇവിടെ ഉദ്ദേശം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ളത് എന്നാണ് ഒരു അഭിപ്രായം.
മൂന്നാമത്തെ അഭിപ്രായം അനൽ മുറാദ് ബി അഖ്ദിൽ ലിഹിയ മാ യഫഅലുഹു അഹ്ലു തറഫ്. ഈ പ്രമാണിമാരും മറ്റും ചെയ്യുന്ന രീതിയിൽ താടി കെട്ടുന്നതാണ് ഇവിടെ ഉദ്ദേശം എന്ന് ചില മുഫസ്സിരീങ്ങൾ പറയുന്നു. ഫഖാല ഷെയ്ഖുൽ ഉസൈമീൻ റഹിമഹുല്ലാ, ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഷർഹ് കിതാബ് തൗഹീദിൽ പറയുന്നത്, ചില ആളുകൾ ഭയം കാരണത്താൽ, അതായത് കണ്ണേറിൽ നിന്ന് ഭയന്നുകൊണ്ട്, കണ്ണേർ തട്ടുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് അവരവരുടെ താടി കെട്ടിയിടും, അതിന് നീളം കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റും. അതാണ് ഇവിടെ ഉദ്ദേശമെന്ന് വേറൊരു അഭിപ്രായമുണ്ട്. അപ്പൊ ഇങ്ങനെ പല അഭിപ്രായങ്ങളും ഈ കാര്യത്തിൽ പറയുന്നുണ്ട്. മൻ അഖദ ലിഹിയതഹു ഔ തഖല്ലദ വതറൻ, അല്ലെങ്കിൽ വതർ, നേരത്തെ പറഞ്ഞ ഈ അമ്പിന്റെ വില്ല് കൊലയ്ക്കുന്ന വില്ലിന്റെ കൂടെയുള്ള ആ ചരട് കൊണ്ട് കഴുത്തിൽ കെട്ടിയവൻ. മൻ തഖല്ലദ വതറൻ ഔ തഖല്ലദ വതറൻ അജഅൽ അൽ വതറ ഖലാദ ഔ ഖിലാദ ഫീഹി ഔ അലാ ദാബത്തി, ഒന്ന് അല്ലെങ്കിൽ തന്റെ മൃഗത്തിന്റെ കഴുത്തിൽ കെട്ടുക, ഔ അലാ വലദി, അല്ലെങ്കിൽ തന്റെ സന്താനത്തിന്റെ കഴുത്തിലോ കയ്യിലോ കെട്ടുക. എന്തിനു വേണ്ടിയിട്ടാണ്? കണ്ണേറ് തടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവങ്ങൾ തടുക്കാൻ വേണ്ടി. കമാ കാനത്തിൽ ജാഹിലിയത്തു തഫഅൽ, ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നകൾ ചെയ്തിരുന്നത് പോലെ. ഇതാണ് ഈ ഹദീസിലെ ഷാഹിദായിട്ടുള്ള ഭാഗം. ഔ തഖല്ലദ വതറൻ ഔ ഇസ്തൻജാ ബിറജിഇ ദാബത്തിൻ ഔ അസ്മിൻ, അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളുടെ വിസർജ്യം കൊണ്ടോ അവയുടെ മാംസത്തിന്റെ എല്ലുകളെ കൊണ്ടോ ഗുഹ്യഭാഗങ്ങൾ വൃത്തിയാക്കാം, മലമൂത്ര വിസർജനം കഴിഞ്ഞിട്ട്. അങ്ങനെയുള്ളവനിൽ നിന്ന് ഞാൻ ബരിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കാൻ വേണ്ടി കൽപ്പിച്ചു. وجاء في حديث لأنه طعام إخواننا من الجن. ഈ മാംസത്തിന് ശേഷം അതിലെ എല്ലുകൾ, ആ എല്ലുകൾ നമ്മുടെ ജിന്നുകളിൽപ്പെട്ട സഹോദരങ്ങളുടെ ഭക്ഷണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സഹോദരങ്ങളിൽപ്പെട്ട ജിന്നുകളുടെ ഭക്ഷണമാണ്. فإذا ذكرنا اسم الله على اللحم كان المستفيد من العظم إخواننا المسلمون. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മാംസം കഴിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് അത് കഴിക്കുന്നത്, ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് അത് കഴിക്കുന്നത്. അതിനുശേഷം ആ മാംസത്തിൽ നിന്ന് നമ്മൾ എല്ല് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ എല്ലിൽ നിന്ന് പിന്നെ ഇസ്തിഫാദ എടുക്കുന്നത് മുസ്ലിമീങ്ങളായ ജിന്നുകളായിരിക്കും. ആ എല്ല് കഴിക്കുന്നത് മുസ്ലിമീങ്ങളായ ജിന്നുകളായിരിക്കും. وإذا لم نذكر اسم الله عليه كان المستفيد من العظم الجن الذين هم من غير المسلمين. നേരെ മറിച്ച് ബിസ്മി ചൊല്ലാതെയാണ് നമ്മൾ ആ മാംസം കഴിച്ചത്, എന്നിട്ട് ആ എല്ല് വലിച്ചെറിഞ്ഞ് ഉപേക്ഷിച്ചു, പിന്നെ അതിൽ നിന്ന് ഭക്ഷിക്കുന്നത് ആരാണ്? മുസ്ലിമീങ്ങളല്ലാത്ത ജിന്നുകളായിരിക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ മഅന. ലിഅന്നഹു തുആമു ഇഖ്വാനിനാ മിനൽ ജിൻ, നമ്മുടെ ഇഖ്വാനുകൾ, ജിന്നുകളിൽപ്പെട്ട ഇഖ്വാനുകളുടെ സഹോദരങ്ങളുടെ തുആമാണ്, ഭക്ഷണമാണ് എല്ലുകൾ എന്നുകൊണ്ട് ഉദ്ദേശം. വറജീഉ ദാബ, പിന്നെ മൃഗങ്ങളുടെ അല്ലെങ്കിൽ ജീവികളുടെ വിസർജ്യം, അതുകൊണ്ട് വൃത്തിയാക്കുക എന്നുള്ളത് ലിഅന്നഹാ റിജ്സുൻ, അത് മാലിന്യമാണ്. കമാ ജാ ഫീ ഹദീസ് ലാ യജൂസുൽ ഇസ്തിജ്മാർ ബിഹാ, അതുകൊണ്ട് വൃത്തിയാക്കുക എന്നുള്ളത് പാടില്ല, ഹറാമാണ്. قال رحمه الله وعن سعيد بن جبير قال من قطع تميمة من إنسان كان كعيد رقبة. من قطع تميمة من إنسان, ആരാണ് ഒരാളുടെ നിന്ന് ഈ തമീമ മുറിച്ചു കളയുന്നത്, ഒരു മനുഷ്യന്റെ തമീമ ആരാണ് മുറിച്ചു കളയുന്നത്, കാന കഈദി റഖബ, അവൻ ഒരു അടിമയെ മോചിപ്പിച്ചവനെ പോലെയാണ്. من قطع تميمة من إنسان كان كعيد رقبة رواه وكيع وهذا أثر ضعيف ആയിട്ടുള്ള അസറാണ്. മൻ ഖതഅ തമീമതൻ മിൻ ഇൻസാനിൻ കാന കഈദി റഖബ, ആരാണ് ഒരാളുടെ തമീമയെ മുറിച്ചു കളഞ്ഞത്,
അവൻ ഒരു അടിമയെ മോചിപ്പിച്ചവനെ പോലെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ലിഅന്നഹു അൻഖദഹു മിനശ് ശിർക്ക്. ആ വ്യക്തി അവൻ ശിർക്കിൽ നിന്ന് മോചിപ്പിച്ചു. അതുകൊണ്ടാണ് അവൻ ഒരു അടിമയെ മോചിപ്പിച്ചവനെ പോലെയാണെന്ന് പറഞ്ഞത്. وقال رحمه الله وله عن إبراهيم النخعي قال كانوا يكرهون التمائم كلها من القرآن وغير القرآن. كانوا يكرهون التمائم كلها. എല്ലാ തരത്തിലുള്ള തമീമകളും ഏലസുകളും അവർ വെറുത്തിരുന്നു സലഫുകൾ. മിനൽ ഖുർആൻ ഔ വഗൈറിൽ ഖുർആൻ. ഖുർആനിൽപ്പെട്ട ഖുർആന്റെ ആയത്തുകളുള്ള തമീമയാവട്ടെ ഏലസാവട്ടെ അതല്ലാത്തതാവട്ടെ എല്ലാം അവർ വെറുത്തിരുന്നു. സ്വഹാബികൾ വെറുത്തിരുന്നു. അതാണ് സ്വഹീഹായിട്ടുള്ള അഭിപ്രായം. എല്ലാ തരത്തിലുള്ള ഏലസുകളും സ്വഹാബികൾ വെറുത്തിരുന്നു. അപ്പൊ ഈ ബാബ് ഇതിനു മുമ്പുള്ള ബാബ്, ആ രണ്ട് ബാബിലും കൂടി ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് വഹാബ് റഹ്മഹുല്ലാഹ് പറയുന്നത് തഹ്രീമു തഅല്ലുഖ് ബിഗൈരില്ലാഹി സുബ്ഹാനഹു വതആല. അല്ലാഹു അല്ലാത്തവരെ ോട് തഅല്ലുഖ് കാണിക്കുക, അതിനോട് ബന്ധപ്പെട്ട് കിടക്കുക, അവരെ ബരമേൽപ്പിക്കുക, തവക്കുൽ ചെയ്യുക എന്നുള്ളത് ഹറാമാണ് എന്നതാണ് ഈ രണ്ട് ബാബുകളിലും കൂടി പറയുന്നത്. ആരാണോ അല്ലാഹു അല്ലാത്ത ഒന്നിലേക്ക് തവക്കുൽ ചെയ്തത്, അതിനോട് ബന്ധപ്പെട്ട് കിടന്നത്, അവൻ അതിൽ ബരമേൽപ്പിച്ചു എന്നാണ് അർത്ഥം. വഇന്നമൻ തഅല്ലഖ ബിശൈഇൻ വുക്കില ഇലൈഹി വഇന്നമൻ തഅല്ലഖ ബിശൈഇൻ വുക്കില ഇലൈഹി. وكان بعض السلف إذا أصبح ذكر نفسه بهذه الآية ما يفتح الله للناس من رحمة فلا ممسك لها وما يمسك فلا مرسل له من بعد وهو العزيز الحكيم. സലഫുകളിൽ ചിലർ അവര് പ്രഭാതത്തിൽ വന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ സ്വന്തം നഫ്സിനെ ഈ ആയത്ത് ഓർമ്മിപ്പിക്കുമായിരുന്നു. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിൻ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ. അല്ലാഹു തആല മനുഷ്യർക്ക് വല്ല റഹ്മത്തും തുറന്നു കൊടുക്കുന്ന പക്ഷം ഫലാ മുംസിക ലഹാ, അത് പിടിച്ചു വെക്കാൻ ആരുമില്ല. വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദി. ഇനി അല്ലാഹു തആല വല്ല മനുഷ്യർക്കും വല്ല റഹ്മത്തും പിടിച്ചു വെക്കുന്ന പക്ഷം ഫലാ മുർസില ലഹു മിൻ ബഅദി, അതിനുശേഷം അത് വിട്ടുകൊടുക്കാനും ഒരാളുമില്ല എന്ന് സലഫുകൾ അവര് സ്വന്തം നഫ്സിനെ ഓർമ്മിപ്പിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്? ഐ അന്ന റഹ്മ ബിയദില്ലാ. അല്ലാഹു തആലയുടെ അടുക്കലാണ് റഹ്മത്ത്, അല്ലാഹുവിന്റെ അധീനതയിലാണ്. ഇദാ അർസലഹ ഫഹിയ ബിയദി ഇദാ അംസകഹ ഫഹിയ ബിയദി. അല്ലാഹു തആല അത് തുറന്നു കൊടുക്കുകയാണെങ്കിലും അവന്റെ കൈകളിലാണ് റഹ്മത്ത്, അവൻ പിടിച്ചു വെക്കുകയാണെങ്കിലും അവന്റെ കൈകളിലാണ് റഹ്മത്ത്. ലാ യസ്തതിഉ അഹദുൻ അൻ യുഖദ്ദിമ ശൈഅൻ ഔ യുഅഖിറ ശൈഅൻ അബദൻ. ഒരാൾക്കും തന്നെ ആ റഹ്മത്തിന്റെ എന്തെങ്കിലും ഒന്നിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ അതിനെ പിന്തിപ്പിക്കാനോ അല്ലെങ്കിൽ മുന്തിപ്പിക്കാനോ ഒരാൾക്കും സാധിക്കുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ഒന്നിനുമായി തഅല്ലുഖായിരിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. വ്യക്തികളോട് പോലും തഅല്ലുഖ് ബിൽ അഷ്ഖാസ് ലാ യൻബഗി. വ്യക്തികളുമായി കൊണ്ട് തഅല്ലുഖായിരിക്കുക. ഒരു വ്യക്തിയെ ആശ്രയിച്ചുകൊണ്ട് ആ വ്യക്തി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഖൈറാണ്, ആ വ്യക്തി ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഷർറ് സംഭവിക്കും തുടങ്ങിയിട്ടുള്ള ചിന്തകൾ, അത് പാടില്ലാത്തതാണ്. ഇപ്പോൾ ഒരു വ്യക്തിയോട് ഞാൻ എൻ്റെ നഫ്സിനെ അല്ലെങ്കിൽ സ്വന്തത്തെ ബന്ധപ്പെടുത്തിയാൽ എനിക്കതുകൊണ്ട് ഉപകാരമുണ്ടാകും, അല്ലെങ്കിൽ എനിക്കതുകൊണ്ട് ഉപദ്രവമുണ്ടാകും, അല്ലെങ്കിൽ ഞാനൊരു വ്യക്തിയെ നന്നായിട്ട് പുകഴ്ത്തി കഴിഞ്ഞാൽ അങ്ങനെ അവൻ എന്നെ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ അത് കാരണത്താൽ എനിക്ക് ഖൈറ് വരും എന്നുള്ള ചിന്തകൾ, അത് പാടില്ലാത്തതാണ്. ഫലാ യൻബഗി ദാലിക ഫഇന്ന തഅല്ലുഖ ബിഗൈരില്ലാഹി ശിർകുൻ. അല്ലാഹു അല്ലാത്ത ഒന്നിനോട് തഅല്ലുഖായിരിക്കുക എന്നുള്ളത് ശിർക്കാണ്. ഖാസത്തന തഅല്ലുഖ ഫി ജൽബി ഖൈറിൻ ഔ ഫി ദഫി ദുർറിൻ. പ്രത്യേകിച്ചും ഖൈർ കൊണ്ടുവരുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഷർറിനെ തടുക്കുന്ന കാര്യത്തിലോ. അസ്തൗദിഉല്ലാഹ ഉമൂരി കുല്ലഹ ഇല്ലം യകുൻ റബ്ബി ലഹാ ഫമൻ ലഹാ. അസ്തൗദിഉല്ലാഹ ഉമൂരി കുല്ലഹ. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിങ്കലേക്കാണ് പരമേൽപ്പിക്കുന്നത്. ഇല്ലം യകുൻ റബ്ബി ലഹാ ഫമൻ ലഹാ. എൻ്റെ കാര്യങ്ങളെ പരമേൽപ്പിക്കാൻ അവരല്ലാതെ മറ്റാരാണുള്ളത്? അസ്തൗദിഉല്ലാഹ ഉമൂരി കുല്ലഹ ഇല്ലം യകുൻ റബ്ബി ലഹാ ഫമൻ ലഹാ.
അബുൽ അതാഹിയ അദ്ദേഹത്തിന്റെ കവിതയിലുള്ളതാണ്. فالإنسان يجعل أموره كلها بيد الله وإلى الله فهو الدافع للشر والضر وهو الجالب للخير والنافع والنفع سبحانه وتعالى. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകളിലേക്കാണ്, അല്ലാഹുവിലേക്കാണ് എല്ലാ കാര്യങ്ങളെയും മടക്കേണ്ടത്, അല്ലാഹുവിലേക്കാണ് ഭരമേൽപ്പിക്കേണ്ടത്. അവനാണ് ഷർറിനെ തടുക്കുന്നതും അതേപോലെ തന്നെ ഖൈറിനെ കൊണ്ടുവരുന്നതും. ഒരു മസല കൂടി പറഞ്ഞു നിർത്താം. قال هل يرقى غير الإنسان مثلا تخاف على دكان تخاف على سيارة أو وقعت العين فيها هل يجوز أن ترقى. അതായത് ഇപ്പം സാധാരണ റുഖ്യ ചെയ്യൽ ആർക്കാണ്? മനുഷ്യർക്കാണ്. അതല്ലാതെ അവൻ്റെ ഒരു ഷോപ്പുണ്ട്, ആ ഷോപ്പ് അല്ലെങ്കിൽ കട അല്ലെങ്കിൽ വാഹനം, ഒരു പുതിയ കാറ് വാങ്ങി അല്ലെങ്കിൽ ഒരു ബൈക്ക്, അതിന് കണ്ണേർ തട്ടുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് അതിന് റുഖ്യ ചെയ്യാൻ പാടുണ്ടോ? മനുഷ്യർക്കല്ലാതെ ഒരു മൃഗത്തെ വാങ്ങി അല്ലെങ്കിൽ ഒരു പശുവിനെ വാങ്ങി അല്ലെങ്കിൽ കുതിരയെ മേടിച്ചു, അപ്പോൾ അതിന് കണ്ണേർ തട്ടുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് അതിന് റുഖ്യ ചെയ്യാം. അല്ലെങ്കിൽ കടക്ക് കണ്ണേർ തട്ടുമെന്ന് അതിന് റുഖ്യ ചെയ്യാം. അല്ലെങ്കിൽ വാഹനത്തിന് കണ്ണേർ തട്ടുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് അതിന് റുഖ്യ ചെയ്യാം. എന്താണ് അതിന്റെ വിധി? ഖാല നസ്സ ബഅദു അഹ്ലിൽ ഇൽമി അലാ അന്നഹു ലാ യജൂസു ദാലിക്. അത് പാടില്ല, അത് ഹറാമാണ് എന്നാണ് ഉലമാക്കളിൽ ചിലരിൽ നിന്ന് നസ്സായി വന്നിട്ടുള്ളത്. ലിഅന്ന ദാലിക ലൈസ മിൻ ഫിഅലി സ്വഹാബ, കാരണം അത് സ്വഹാബികളുടെ പ്രവൃത്തിയിൽപ്പെട്ടതല്ല. അന്നഹും റഖൗ അമിലു റുഖിയ ലിദ്ദവാബ് വലാ ലിൽ ഹമീർ വലാ ലിൽ മർകൂബാത്ത് വലാ ലിൽ മൽബൂസാത്ത് അൽ മസ്കൂനാത്ത് ലം യസ്ബുത് ദാലിക്. അവര് തങ്ങളുടെ മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ തങ്ങളുടെ വസ്ത്രങ്ങളിലോ അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്തോ അവരപ്രകാരം റുഖ്യ ചെയ്തതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഉപേക്ഷിക്കലാണ് അനിവാര്യമായിട്ടുള്ളത്. സ്വന്തം നഫ്സിന് ആ വ്യക്തി എന്ത് ചെയ്യുക? റുഖ്യ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അഭയം തേടുക. വാചാബിൽ അദ്കാർ വഅക്സിർ മിൻ ദിക്രില്ലാഹ്. അദ്കാറുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്റുകൾ വർദ്ധിപ്പിക്കുക. മുഅവ്വിദാത്തുകൾ കൊണ്ട് സ്വന്തം നഫ്സിന് അതുകൊണ്ട് അല്ലാഹുവിലേക്ക് അഭയം തേടുക. ഫഹുവ ഇൻഷാ അല്ലാഹ് ഹിസ്നുൻ ലഹു വലിമാലി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അവന്റെ സ്വന്തത്തിനുമുള്ള സംരക്ഷണമാണ്, അവന്റെ സമ്പത്തിനുമുള്ള സംരക്ഷണമാണ്. അവന്റെ സമ്പത്തിൽപ്പെട്ട അവന്റെ വീട്, അവന്റെ കച്ചവടം, അവന്റെ വാഹനം, അതിനുമുള്ള എല്ലാത്തിനുമുള്ള സംരക്ഷണമാണത്. ഹിസ്നുൻ ലഹു വലിമാലി, അവനും അവന്റെ സമ്പത്തിനുമുള്ള സംരക്ഷണമാണത്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രവൃത്തി സലഫുകളിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. മൃഗങ്ങൾക്ക് റുഖ്യ ചെയ്യുക അല്ലെങ്കിൽ ജീവനില്ലാത്ത ഏതെങ്കിലും വസ്തുക്കൾക്ക് കാറോ അതുപോലെയുള്ള വീട് വസ്തുക്കൾക്ക് റുഖ്യ ചെയ്യുക എന്നുള്ളത് സലഫുകളിൽ നിന്ന് സ്ഥിരപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കേണ്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തത് എന്താണ്? ലുബ്സുൽ ഹൽഖ വൽ ഖൈത്, ചരട് മോതിരം.